വെൽക്കം ടു സ്റ്റഡി വെൽ വിത്ത് മീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ കേജ്ഡ് ബേർഡിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. ഈ ചാപ്റ്ററിൻ്റെ സമ്മറിയും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും മുൻപുള്ള വീഡിയോസിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ ആക്ടിവിറ്റീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒട്ടും ലേറ്റ് ആക്കാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഫസ്റ്റത്തെ ആക്ടിവിറ്റി എന്താ നോക്കാം. The images of the caged bird and the free bird establish the significance of freedom and independence. Discuss the idea. അതായത് കൂട്ടിലടക്കപ്പെട്ട പക്ഷിയുടെയും സ്വതന്ത്ര പക്ഷിയുടെയും ചിത്രങ്ങൾ ഫ്രീഡത്തിൻ്റെയും ഇൻഡിപെൻഡൻസിൻ്റെയും പ്രാധാന്യം സ്ഥാപിക്കുന്നു. ഈ ആശയം ചർച്ച ചെയ്യാനാണ് ആക്ടിവിറ്റി 1-ൽ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ആൻസർ നോക്കാം. The contrast between the caged bird and the free bird highlights the importance of freedom and independence. എന്താ പറഞ്ഞിരിക്കുന്നത്? കൂട്ടിലടച്ച പക്ഷിയും സ്വതന്ത്ര പക്ഷിയും തമ്മിലുള്ള വ്യത്യാസം ഫ്രീഡത്തിൻ്റെയും ഇൻഡിപെൻഡൻസിൻ്റെയും പ്രാധാന്യത്തെ എടുത്തു കാണിക്കുന്നു. The caged bird stands for individuals who are trapped without liberty and constantly yearn for a better existence. കൂട്ടിലടച്ച പക്ഷി സ്വാതന്ത്ര്യമില്ലാതെ കുടുങ്ങിക്കിടക്കുകയും നല്ല ജീവിത രീതി, അതായത് നല്ല ജീവിത നിലനിൽപ്പിനായി വളരെയധികം ആഗ്രഹിക്കുക കൊതിക്കുകയും ചെയ്യുന്ന വ്യക്തികളെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇൻ കോൺട്രാസ്റ്റ്, the free bird soars freely in the open sky, representing joy, independence and the ability to express oneself. ഇതിൻ്റെ ഓപ്പോസിറ്റായി സ്വതന്ത്ര പക്ഷി തുറന്ന ആകാശത്ത് സ്വതന്ത്രമായി പറന്നുയരുന്നു. സന്തോഷം, സ്വാതന്ത്ര്യം, സ്വയം പ്രകടിപ്പിക്കാനുള്ള കഴിവ് എന്നിവയൊക്കെയാണ് ഈ ഫ്രീ ബേർഡ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. Together these images emphasize that true growth and a meaningful life are possible only with freedom. എന്താ പറയുന്നത്? യഥാർത്ഥ വളർച്ചയും അർത്ഥവത്തായ ജീവിതവും സ്വാതന്ത്ര്യത്തിലൂടെ മാത്രമേ നമ്മുടെ ഫ്രീഡത്തിലൂടെ മാത്രമേ സാധ്യമാകൂ എന്ന് ഈ രണ്ട് ചിത്രങ്ങളും ഒരുമിച്ച് ഊന്നി പറയുകയാണ്. നമുക്ക് ഫ്രീഡം ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. നിങ്ങളെ തന്നെ ഇപ്പോൾ ഒരു കൂട്ടിലടച്ച് അല്ലെങ്കിൽ റൂമിലടച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാപ്പിനെസ് ഉണ്ടാവുമോ? നിങ്ങളുടെ ജീവിതത്തിന് എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവുമോ? ഇല്ലല്ലോ. നമുക്ക് ഫ്രീഡം ഉണ്ടെങ്കിലാണ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ ജീവിക്കാൻ പറ്റും അന്നേരം നമ്മുടെ ജീവിതത്തിന് എന്തുണ്ടാവും? ഒരു അർത്ഥം ഉണ്ടാവും. ഇനി സെക്കൻഡ് ആക്ടിവിറ്റി നോക്കാം. ദ പോയം കോൺട്രാസ്റ്റ് ദ എക്സ്പീരിയൻസ് ഓഫ് ദ കേജ്ഡ് ബേർഡ് ആൻഡ് ദ ഫ്രീ ബേർഡ്. ലിസ്റ്റ് ദ പോയിൻറ്റ്സ് ഓഫ് കോൺട്രാസ്റ്റ് യു നോട്ട് ഇൻ ദ പോയം. കൂട്ടിലടച്ച പക്ഷിയുടെയും സ്വതന്ത്ര പക്ഷിയുടെയും അനുഭവങ്ങളെ കവിത താരതമ്യം ചെയ്യുന്നു. കവിതയിൽ നിങ്ങൾ ശ്രദ്ധിച്ച വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അത് പട്ടികപ്പെടുത്താനാണ് സെക്കൻഡ് ആക്ടിവിറ്റി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കോളം ഉണ്ടല്ലേ. അപ്പോൾ ആദ്യത്തെ കോളത്തിൽ എന്താ ഉള്ളത്? ഫ്രീ ബേർഡ്. രണ്ടാമത്തെ കോളത്തിൽ കേജ്ഡ് ബേർഡ് ഫ്രീ ബേർഡിൽ എന്താ കൊടുത്തേക്കുന്നത്? എക്സ്പ്ലോർസ് ആൻഡ് പൊസസസ് ദ വേൾഡ്. ലോകത്തെ അന്വേഷിക്കുകയും സ്വന്തമാക്കാനും ആർക്ക് കഴിയുന്നുണ്ട്? ഫ്രീ ബേർഡിന് കഴിയുന്നുണ്ട്. എന്നാൽ കേജ്ഡ് ബേർഡിനോ? ഈസ് കൺഫൈൻഡ് ടു എ കേജ്. ഒരു കൂട്ടിൽ ഒതുങ്ങിയിരിക്കാൻ മാത്രമേ ആർക്ക് കഴിയുന്നുള്ളൂ? കൂട്ടിലടക്കപ്പെട്ട പക്ഷിക്ക് കഴിയുന്നുള്ളൂ. ഫ്രീ ബേർഡ് ലീപ്സ് ഓൺ ദ വിൻഡ്, ഫ്ലോട്ട്സ്, ഡിപ്സ് വിങ്സ്. കാറ്റിൽ എന്താ അത് ചെയ്യുന്നത്? ലീപ്സ് ചെയ്യുന്നല്ലേ, കുതിക്കുന്നു, പൊങ്ങിക്കിടക്കുന്നു, ചിറകുകൾ താഴ്ത്തുന്നു. ഇതൊക്കെ നമ്മുടെ സമ്മറി പറയുമ്പോൾ പറഞ്ഞേക്കുന്നതാണല്ലേ. ലീപ്സ് ഓൺ ദി വിൻഡ്, ഫ്ലോട്ട്സ്, ഡിപ്സ്, വിങ്സ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേജ്ഡ് ബേർഡിനോ? വിങ്സ് ആർ ക്ലിപ്പ്ഡ് ആൻഡ് ലെഗ്സ് ആർ ടൈഡ്. ചിറകുകളൊക്കെ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്, കാലുകളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ടല്ലേ. ഇനി നെക്സ്റ്റോ? ഫ്രീ ബേർഡ് ഡയേഴ്സ് ടു ക്ലെയിം ദി സ്കൈ. ആകാശം തന്നെ കീഴടക്കാൻ വേണ്ടി ധൈര്യപ്പെടുന്നു. കേജ്ഡ് ബേർഡ് ക്യാൻ സെൽഡം സീ ത്രൂ ബാർഡ്സ് ഓഫ് റേജ്. കോപത്തിൻ്റെ അഴിക്കിടയിലൂടെ അപൂർവമായി മാത്രമേ അവയ്ക്ക് ലോകം കാണാൻ സാധിക്കുന്നുള്ളൂ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച മാത്രമേ ആർക്ക് കാണാൻ സാധിക്കുന്നുള്ളൂ? കേജ്ഡ് ബേർഡിന് സാധിക്കുന്നുള്ളൂ.
ഇനി ഫ്രീ ബേർഡ് ഫ്ലൈസ് വേർ എവർ ഇറ്റ് വാണ്ട്സ്. ഫ്രീ ബേർഡിന് എന്തുണ്ട്? ആഗ്രഹിക്കുന്നിടത്തേക്കൊക്കെ പറക്കാൻ വേണ്ടി സാധിക്കും. എവിടെയാണോ പറക്കാൻ വേണ്ടി ആഗ്രഹം അവിടേക്കൊക്കെ പോകാം. എന്നാൽ കേജ്ഡ് ബേർഡിനോ? ക്യാൻ ഓൺലി ഡ്രീം ഓഫ് ഫ്രീഡം. ആ ഒരു കൂട്ടിലിരുന്ന് സ്വാതന്ത്ര്യത്തെപ്പറ്റി സ്വപ്നം കാണാൻ മാത്രമേ കൂട്ടിലടക്കപ്പെട്ട പക്ഷിക്ക് കഴിയുന്നുള്ളൂ. അപ്പോൾ ഇത്രയും വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് അറിയാവുന്ന വ്യത്യാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. തേർഡ് ആക്ടിവിറ്റി നോക്കാം. പോയറ്റ്സ് പെയിൻറ്റ് പിക്ചേഴ്സ് വിത്ത് വേർഡ്സ്. പോയറ്റ് എന്ത് ചെയ്തിരിക്കുന്നുണ്ട്? വാക്കുകൾ കൊണ്ട് കവി ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടല്ലേ. സച്ച് വേർഡ്സ് പിക്ചേഴ്സ് ആർ കോൾഡ് ഇമേജസ്. അങ്ങനെയുള്ള പിക്ചേഴ്സ് ചിത്രങ്ങളെയാണ് എന്തു പറയുന്നത്? ഇമേജസ് എന്ന് പറയുന്നത്. സം ലൈൻസ് ഓർ ഫ്രേസസ് ഫ്രം ദ പോയം ആർ ഗിവൺ ബിലോ. കവിതയിലെ ചില വരികൾ അല്ലെങ്കിൽ വാക്യങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. അനലൈസ് ദം ആൻഡ് ക്ലാസിഫൈ ദ കൈൻഡ് ഓഫ് ഇമേജറി ഇൻ ഈച്ച്. അവ വിശകലനം ചെയ്ത് ഓരോന്നിലെയും ഇമേജറി തരംതിരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിഷ്വൽ ഇമേജ് എന്ന് പറഞ്ഞാൽ വായനക്കാരൻ്റെ മനസ്സിൽ കാണാൻ കഴിയുന്ന ഒരു ചിത്രം സൃഷ്ടിക്കുക അല്ലേ. വാക്കുകൾ ഉപയോഗിച്ച് സൃഷ്ടിക്കുന്നതിനെയാണ് വിഷ്വൽ ഇമേജ് എന്ന് പറയുന്നത്. ഇനി ഓഡിറ്ററി ഇമേജോ? വായനക്കാരൻ്റെ മനസ്സിൽ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നിക്കുന്ന ഒരു സാഹിത്യ രീതിയാണ് ഓഡിറ്ററി ഇമേജ്. അതായത് വായിക്കുമ്പോൾ ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നിച്ചാൽ അതൊക്കെ എന്താണ്? ഓഡിറ്ററി ഇമേജ് ആണ്. ഇനി നമുക്ക് നോക്കാം. അപ്പം വിഷ്വലും ഓഡിറ്ററിയും മനസ്സിലായില്ലേ? ഫസ്റ്റ് എന്താ കൊടുത്തേക്കുന്നത്? എ ഫ്രീ ബേർഡ് ലീപ്സ്. അതേത് ഇമേജറിയിൽ വരുന്നതാ? വിഷ്വലിൽ വരുന്നതാണ്. ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. അത് ഓഡിറ്ററി ആണല്ലേ, നമ്മൾ കേൾക്കുന്നതല്ലേ. പിന്നെ ഉള്ളത് ഡിപ്സ് ഹിസ് വിങ്സ് ഇൻ ദ ഓറഞ്ച് സൺറൈസ്. അതും വിഷ്വൽ ആണല്ലേ. ആ വാക്കുകളൊക്കെ കവി ഉപയോഗിക്കുമ്പോൾ നമുക്കത് നമ്മുടെ സ്വന്തം മുന്നിൽ കാണുന്നത് പോലെയല്ലേ തോന്നുന്നത്. നെക്സ്റ്റ് ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം ടിൽ ദ കറണ്ട് എൻഡ്സ്. ഇതും വിഷ്വലാണ്. നാരോ കേജ്, ഇടുങ്ങിയ കൂട്, അതും വിഷ്വലാണ്. ഹിസ് ഫീറ്റ് ആർ ടൈഡ്. അതും വിഷ്വലാണ്. ഹിസ് ട്യൂൺ ഈസ് ഹേർഡ്. അത് ഓഡിറ്ററി ആണല്ലേ, നമ്മൾ കേൾക്കുന്ന പോലെയല്ലേ ഉള്ളത്. ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ എ ഡൗൺ ബ്രൈറ്റ് ലോൺ. അത് വിഷ്വലാണ്. ട്രേഡ് വിൻസ് ഓഫ് ത്രൂ ദി സൈൻ ട്രീസ്. അത് ഓഡിറ്ററി ആണ്. അപ്പോൾ ഈ കൊടുത്തേക്കുന്ന ലൈൻസിൻ്റെ ഒക്കെ ഇമേജറി നമ്മൾ കണ്ടുപിടിച്ചു. ആക്ടിവിറ്റി 4 നോക്കാം. We have learned that a metaphor is a way of saying that something is just the same as something else, bringing in an implicit comparison. ഒരു കാര്യം മറ്റൊന്നിനോട് തുല്യമാണെന്ന് പറയുന്നതിനും പരോക്ഷമായ ഒരു താരതമ്യം നടത്തുന്നതിനുമുള്ള ഒരു മാർഗമാണ് മെറ്റഫർ എന്ന് നമ്മൾ പഠിച്ചല്ലേ. Sometimes metaphors evoke vivid images such as that of the bars of an iron cage. Find and list some of the metaphors in the poem. ചിലപ്പോൾ മെറ്റഫേഴ്സ്, രൂപകങ്ങൾ, ഇരുമ്പ് കൂടിൻ്റെ കമ്പികൾ, ലെബാർഡ്സ് ഓഫ് ആൻ അയൺ കേജ് എന്ന ചിത്രത്തെ ഉണർത്തുന്ന അങ്ങനെയുള്ള ചിത്രങ്ങളെയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. കവിതയിലെ ചില രൂപകങ്ങൾ കണ്ടെത്തി പട്ടികപ്പെടുത്താനാണ് 4ാമത്തെ ആക്ടിവിറ്റിയിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കവിതയിലെ മെറ്റഫേഴ്സ്, രൂപകങ്ങൾ കണ്ടെത്താം അല്ലേ. അപ്പോൾ ഫസ്റ്റത്തത് വരുന്നത് ബാർസ് ഓഫ് റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോപത്തിൻ്റെ അഴികൾ, കോപത്തിൻ്റെ കമ്പികൾ അല്ലേ. ദ കേജ് ബാർസ് ആർ ഇംപ്ലിസിറ്റ്ലി കമ്പയർഡ് ടു ദ ബേർഡ്സ് ഓൺ ആങ്കർ ആൻഡ് ഫ്രസ്ട്രേഷൻ, സജസ്റ്റിംഗ് ഇറ്റ്സ് ഇൻറ്റേർണൽ സ്റ്റേറ്റ് ഈസ് ഓൾസോ എ പ്രിസൺ. അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? കൂട്ടിലെ അഴികളെ പക്ഷിയുടെ കോപത്തോടും നിരാശയോടുമാണ് താരതമ്യം ചെയ്തിരിക്കുന്നത് അല്ലേ. ദ കേജ് ബാർസ് ആർ ഇംപ്ലിസിറ്റ്ലി കമ്പയർഡ് ടു ദ ബേർഡ്സ് ഓൺ ആങ്കർ. ബേർഡ്സിൻ്റെ സ്വന്തം ദേഷ്യത്തെയും ഫ്രസ്ട്രേഷൻ, നിരാശയെയുമാണ് എന്ത് ചെയ്തേക്കുന്നത്? താരതമ്യം ചെയ്തേക്കുന്നത് അല്ലേ. ഇത് കൂട്ടിലടക്കപ്പെട്ട പക്ഷിയുടെ ആന്തരിക അവസ്ഥയും ഇന്നർ മനസ്സിൻ്റെ ഉള്ളിലുള്ള അവസ്ഥയും അതൊരു ജയിലിലാണെന്നതുമാണ് സൂചിപ്പിക്കുന്നത്. ഇനി 2ാമത്തെ മെറ്റഫർ ഗ്രേവ് ഓഫ് ഡ്രീംസ്, സ്വപ്നങ്ങളുടെ ശവക്കുഴി അല്ലേ.
The place where the caged birds stand is compared to a grave, suggesting that captivity kills hopes and aspirations. കൂട്ടിലടക്കപ്പെട്ട പക്ഷി നിൽക്കുന്ന സ്ഥലത്തെ ഒരു ശവക്കുഴിയോടാണ് താരതമ്യം ചെയ്തിരിക്കുന്നത്. അടിമത്തം പ്രതീക്ഷകളെയും അഭിലാഷങ്ങളെയും കൊല്ലുമെന്നാണ് ഗ്രേവ് ഓഫ് ഡ്രീംസ് എന്ന മെറ്റഫർ സൂചിപ്പിക്കുന്നത്. മൂന്നാമത്തെ മെറ്റഫർ നൈറ്റ്മെയർ സ്ക്രീം, അതായത് പേടി സ്വപ്നത്തിൻ്റെ നിലവിളി. The bird's shadow shouting is compared to a scream in a nightmare, emphasizing the terror and helplessness of its situation. പക്ഷിയുടെ നിഴൽ ഷാഡോ ഒരു പേടി സ്വപ്നത്തിൻ്റെ ഒരു നൈറ്റ്മെയർ അല്ലേ, നൈറ്റ്മെയർ എന്ന് പറഞ്ഞാൽ പേടി സ്വപ്നം. ആ ഒരു നൈറ്റ്മെയറിൻ്റെ നിലവിളി, സ്ക്രീം എന്ന് പറഞ്ഞാൽ നിലവിളി. പക്ഷിയുടെ നിഴൽ ഷാഡോ ഒരു നൈറ്റ്മെയറിൻ്റെ നിലവിളിയോട് താരതമ്യപ്പെടുത്തുകയാണ് ഇവിടെ. ആ പക്ഷിയുടെ ഭീകരതയും നിസ്സഹായതയുമാണ് ഇതിലൂടെ പറയുന്നത്. ഈ 4 ആക്ടിവിറ്റീസാണ് കേജ്ഡ് ബേർഡ് എന്ന ചാപ്റ്ററിൽ വരുന്നത്. ഓൾറെഡി സമ്മറിയും ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷനും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ആക്ടിവിറ്റീസും കൂടി കഴിഞ്ഞു. അങ്ങനെ ഈ ചാപ്റ്ററിലെ എല്ലാം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.